On the 10th of August, at Naniode, tailoring graduation was conducted by Abundant Life Fellowship. With dedication, creativity, and passion, 7 talented students completed their training and stepped forward to receive their certificates of achievement. This ceremony marked not just the end of their course, but the beginning of a new journey in skill, self-reliance, and opportunity. We congratulate each graduate for their hard work and commitment, and we extend our heartfelt wishes for a bright future ahead. ഒരു ഷാൾ അണിയിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുതുക്ക് സാറ് ഇതുപോലുള്ള തയ്യൽ ക്ലാസുകളെല്ലാം ഓർഗനൈസ് ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം കാരണമാണ് ഞങ്ങളത് നടത്തുന്നത്. ഞങ്ങൾ തയ്യലെല്ലാം ഒരുവിധം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് സഹായകമാകട്ടെ. എല്ലാവർക്കും പഠിച്ചതെല്ലാം ഒരു അനുഗ്രഹമാകട്ടെ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവനാമത്തിനുണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ മന്തിൽ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകാൽ തുടങ്ങിയ സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ അവർ പോയത് എന്താ തൊഴിലുറപ്പിലാണ്. പക്ഷേ യഥാർത്ഥ തൊഴിൽ ഉറപ്പെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തൊഴിൽ ഉറപ്പാണ്. അപ്പോൾ മുന്നോട്ടുള്ള നിങ്ങളുടെ ലൈഫ് അനുഗ്രഹമാകട്ടെ. ഈ തയ്യൽ ഫീൽഡിൽ തന്നെ നല്ലൊരു രീതിയിൽ എത്തുവാൻ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. സകലതും സാധ്യമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ എന്തൊരു ജീവിക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതുകൊണ്ട് നിങ്ങളുടെ ഉപജീവന മാർഗത്തിനും എല്ലാം ഉമ്മ സാറ് പറഞ്ഞ പോലെ ഒരു തൊഴിൽ ഉറപ്പായിട്ടുള്ള ഒരു മേഖലയിൽ നിങ്ങളാണ് ഇനിയും ഇത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞു. ഡൗട്ടുണ്ട് ടീച്ചർ കറക്റ്റ് ചെയ്യും. ടീച്ചർ വിളിച്ചെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇതിനെ കൃത്യമായ നിലവാരത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് ആരാണ്? അത് കൃത്യമായി തന്നെ വിനിയോഗിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനോടൊപ്പം തന്നെ നിങ്ങളിൽ മാത്രം ഇത് ഒതുങ്ങാതെ മറ്റൊരാളെ കൂടി കണ്ടെത്തി, ഒരാളെങ്കിലും കണ്ടെത്തി പഠിപ്പിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട അന്നത്തെ ദിവസം ഞാൻ ഇവിടുന്ന് പോയത്. ആ നിലവാരത്തിൽ ഇപ്പം നിങ്ങളിരിക്കുന്ന ഈ അവസ്ഥയും വെച്ച് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്താൽ നിങ്ങളെക്കൊണ്ട് സാധ്യമായിരുന്നോ? നിങ്ങൾക്ക് പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് പക്ഷെ അന്ന് നമ്മുടേതായ ചില സാഹചര്യങ്ങളൊക്കെ കാരണം നമ്മൾ എന്ത് ചെയ്തു, അത് സംഭവം വിഡ്രോ ആയി. ഒത്തിരി സന്തോഷമുണ്ട്. അവരവർ തയ്ച്ചിട്ടിരിക്കുന്ന ഡ്രസ്സും സംഭവം എല്ലാം കാണാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു സന്തോഷം അന്ന് എന്തായാലും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാന്യമായിട്ടുള്ള നിലവാരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും കരുതാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. പരസ്പരം സഹകരിച്ച് നിങ്ങൾ ഇത് കഴിഞ്ഞാലും നിങ്ങളുടെ തമ്മിലുള്ള കോണ്ടാക്ട്സ് നഷ്ടപ്പെടുത്തരുത്. എനിക്ക് തോന്നുന്നു ഒരു കുടുംബം പോലെയാണ് ഇവിടെ നിങ്ങൾ ആയിരുന്നത്. അതേ നിലവാരത്തിൽ ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചെയ്യാം അതൊക്കെ നിങ്ങൾ കുടുംബമായിട്ട്, നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഈ കുടുംബമായിട്ട് നിങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങളെ എവരെ അനുഗ്രഹിക്കും. ശരി, പേരെല്ലാവരും അറിഞ്ഞുകൂടെങ്കിലും എല്ലാം എൻ്റെ യഥാർത്ഥ പുള്ളിക്കാരനാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി കിടന്ന് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചത്, ഞങ്ങളായിട്ട് സഹകരിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ സാറ് നേരത്തെ പറഞ്ഞ കണക്ക് 100 പേരിൻ്റെ ഇതിൻ്റെ ഭാഗ്യമുള്ളവർ ശരിക്കും പറഞ്ഞാൽ വന്നാലുണ്ട്. അവർക്ക് മുൻകൂട്ടി എൻ്റെ ആശംസകൾ അയക്കുന്നു. പിന്നെ ഈ വാർഡിൻ്റെ പേരിലും ഞങ്ങളെ ഈ ട്രൈബൽ ഇതിൻ്റെ പേരിലും നടത്തിപ്പുകാർക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ പേരിൽ എല്ലാ പേരിലും ഓൾമൈറ്റി ഗോഡ് സർവശക്തനായ ദൈവത്തിനാണ് നിങ്ങൾക്ക് ഈ 5 മാസം വിജയകരമായി കടന്നു വന്ന് പഠിക്കുവാൻ ശക്തി തന്ന, ആരോഗ്യം തന്ന, അതിന് വഴികളെ തുറന്നു തന്ന എല്ലാത്തിനും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അബണ്ടന്റ് ലൈഫ് ഫെലോഷിപ്പിനും ട്രൈബ് മിഷൻ്റെയും പേരുള്ളതായ നന്ദി ഞാനിപ്പോൾ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഈ കോഴ്സിന് നിങ്ങൾ കടന്നു വന്ന് പഠിച്ച ആത്മാർത്ഥമായി പഠിച്ച നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇതിൻ്റെ പിന്നിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്
അവരൊക്കെ ഉണ്ടല്ലോ, അവർ എല്ലാവർക്കും കുടുംബത്തിന് ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ വിജയകരമായി ഈ കോഴ്സ് പഠിപ്പിച്ച റഷീദ് ടീച്ചറിനും കുടുംബത്തിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ പിന്നിൽ അധ്വാനിച്ച് സഹകരിച്ച് ഞങ്ങളുടെ മിഷണറിമാർ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, അവരെല്ലാം കടന്നു അവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്ന് സംബന്ധിച്ച നമ്മുടെ പ്രിയ ബാസുദേവൻ കുടുംബം അവർ വളരെ ആത്മാർത്ഥമായത് വാക്കുകളുണ്ട് പറയുന്നതിനേക്കാൾ ഉപരിയാണ് അവരുടെ സഹകരണം. ഇന്നലെ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ നിർത്തിപ്പോയെങ്കിലും നിങ്ങൾ ഞങ്ങളെ ഓർക്കണം, ഇനിയും ഇവിടെ വരണം, നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്, അവരുടെ സ്നേഹം നമുക്കും ആവശ്യമുണ്ട്, നമ്മുടെ സ്നേഹം അവർക്കും ആവശ്യമുണ്ടെന്നിങ്ങനെ പ്രിയ ബാസുദേവൻ പറയുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇനിയും കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങുവാനുള്ള അവസരമുണ്ട്. ഈ ഭവനം എപ്പോഴും നമുക്കത് ഓപ്പണാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുന്ന എല്ലാ സഹനത്തിനും ഒരിക്കൽ കൂടി ഏറ്റവും നന്ദി പറയുന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് മോർണിംഗ് ഇവിടെ കടന്നു. ചെറിയൊരു ഫംഗ്ഷൻ ഭാവി കുഞ്ഞുങ്ങൾ കഴിഞ്ഞ 5 മാസക്കാലമായി തയ്യൽ പഠിച്ചു. അവരിപ്പോൾ അത് പൂർത്തീകരിച്ചു. അതിനുള്ള സർട്ടിഫിക്കറ്റ് അവാർഡിങ് കൊടുത്ത് അവരെ അടിയങ്ങൾ അനുഗ്രഹിച്ച് ഭാവി പ്രവർത്തന മേഖലകളിലേക്ക് അയക്കുക. എല്ലായ്പ്പോഴും അവരെ സഹായിക്കുമാറാകുന്ന പ്രാർത്ഥന. ദൈവത്തിൽ പ്രകാരം ഒരു വാക്കുണ്ട്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതേ കർത്താവെ ഇവരുടെ അധ്വാനത്തിലും പ്രയത്നത്തിലും ഇവിടെ അവരെന്ത് തൊഴിൽ ആരംഭിച്ചാലും കർത്താവിൻ്റെ ഒരു കൂടെ അവർ അത് ആരംഭിക്കുവാൻ കർത്താവിനോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവമേ